ഹലോ ഫ്രണ്ട്സ്, ഗാർഡനിങ് ഷെഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ട് ഒട്ടും തന്നെ നമുക്ക് ഒരുപാട് സമയമോ ഒട്ടും ഇല്ലാതെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഇലയടയുടെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നന്നായിട്ട് പഴുത്തിട്ടുള്ള ഏത്തപ്പഴം, അതുപോലെ കുറച്ച് തേങ്ങ, കുറച്ച് അവൽ, ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പഴം അത്യാവശ്യം നന്നായിട്ട് പഴുത്ത പഴമായിരിക്കണം കേട്ടോ, അപ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പും അതുപോലെ ഏലക്കയുടെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര പൊടിയായിട്ട് ചേർക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഉരുക്കിയത് ചേർക്കാം. ഇനി അതല്ലെങ്കിൽ ഇനിയിപ്പോൾ പഞ്ചസാര ചേർക്കണമെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ അത് നല്ലൊരു ബൈൻഡിങ്ങിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ പഴം നന്നായിട്ട് പഴുത്തതായിരിക്കണം. അപ്പോൾ നമുക്ക് സ്പൂൺ വെച്ചിട്ട് തന്നെ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. എന്തായാലും ഇതിങ്ങനെ റെഡിയായിട്ട് ഇരിക്കട്ടെ, ഇത് മാറ്റി വെക്കാം. ആ ഒരു ടൈമിൽ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അത് നമുക്ക് ഇഷ്ടമുള്ള ഒരു ക്വാണ്ടിറ്റിയിലെടുക്കാം. ഒരു ഇത്തിരി ഉപ്പും വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് കട്ട കെട്ടാതെ വേണം റെഡിയാക്കി എടുക്കാൻ. അതായത് ഇഡ്ഡലി ബാറ്ററിൻ്റെ ആ ഒരു ടെക്സ്ചറിൽ വേണം ഇത് റെഡിയാക്കി എടുക്കാൻ. നമ്മൾ ഇലയിൽ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പരന്ന് പോകാതെ ഇലയിൽ തന്നെ ഇരിക്കുന്ന രീതിയിൽ വേണം റെഡിയാക്കാൻ. അപ്പോൾ ഇതുപോലെ അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി വാഴയില ക്ലീൻ ചെയ്തതിന് ശേഷം ഒന്ന് വാട്ടി എടുത്താൽ നല്ലതാണ്. വാട്ടി എടുക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മളിതുപോലെ അടയൊക്കെ പരത്തിയിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് കീറിപ്പോകാതെയൊക്കെ പൊട്ടിപ്പോകാതിരിക്കും. അങ്ങനെ പൊട്ടിപ്പോകുമ്പോൾ നമ്മൾ മാവ് കലക്കിയിട്ടൊഴിക്കണതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒലിച്ചൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വാട്ടിയെടുത്താൽ നമ്മൾ അതുപോലെ മടക്കി അതുപോലെ തന്നെ ഇരുന്നോളും. ഇതുപോലെ വാട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള അളവിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇലയിൽ ഒരിത്തിരി നെയ്യ് തടവിയിട്ടുണ്ടെങ്കിൽ അടക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. നെയ്യ് തടവിയില്ലാന്ന് കരുതി വിട്ട് കിട്ടുന്നതിനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല, പക്ഷെ കഴിക്കുന്ന സമയത്ത് കുറച്ചൊരു ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് ഇതുപോലെ മാവ് പരത്തി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഫില്ലിങ് റെഡിയാക്കാം. നമ്മൾ ഈ അടയ്ക്കൊക്കെ ഫില്ലിങ് റെഡിയാക്കുന്ന സമയത്ത് അത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ചെയ്താലാണ് നമുക്ക് എല്ലാത്തിനും തികയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ മാവ് എടുക്കുന്നതിനനുസരിച്ച് ഫില്ലിങ്ങും റെഡിയാക്കി എടുക്കണം. എന്നിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു പീസ് ഇല നമുക്ക് സെപ്പറേറ്റ് വെച്ച് കൊടുത്താൽ ആവി അടിച്ചിട്ട് ആവിവെള്ളമൊന്നും വീഴാതെ അട നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പോൾ ഒരു 15 മിനിറ്റൊന്നും വേണ്ട കേട്ടോ, ഒരു 8-9 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും അട റെഡിയാകും. എന്നിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം എടുക്കുക കേട്ടോ. ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ചൂടുണ്ട്. ചൂട് ആറിയ കഴിഞ്ഞാൽ മാത്രമേ ഈ ഇതിൽ നിന്നും വിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിനൊക്കെ ഇങ്ങനെ മാവ് ഒഴിച്ചിട്ടൊക്കെ ചെയ്തെടുക്കുമ്പോൾ നമുക്കിങ്ങനെ പെട്ടെന്ന് നല്ല സോഫ്റ്റായിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മളിങ്ങനെ പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന അട മിക്ക ചായക്കടകളിലൊക്കെ ഇലയടയൊക്കെ പിരിക്കുന്ന കാണാമല്ലോ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടല്ലേ അവർ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കും വീട്ടിൽ ഇതുപോലെ എളുപ്പത്തിൽ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ചൂടായതുകൊണ്ടാണ്, ചൂടാറി കഴിയുമ്പോഴാണ് ഇതിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകണം കേട്ടോ. അതുപോലെ ഫ്രണ്ട്സിന്, റിലേറ്റീവ്സിന്, അങ്ങനെയുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു.